നാളെ നടക്കാൻ പോകുന്ന ടാസ്ക് എന്താണെന്ന് എനിക്കറിയാം. ഞാൻ കണ്ടിട്ടുണ്ട് ആ ടാസ്ക്. പറഞ്ഞു തരാം. പ്രൊമോ വന്നിരിക്കുകയാണ്. ഗോൾഡൻ റാബിറ്റ് തമിഴ് ബിഗ് ബോസിലുണ്ടായിരുന്ന സെയിം ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് ആണ് ഈ മലയാളം ബിഗ് ബോസിലും വന്നിരിക്കുന്നത്. ഇത്തിരി ഭാഗ്യം വേണം അതിന്. പിന്നെ ഈ പറഞ്ഞ കണക്ക് വെയിറ്റ് എടുക്കാനുള്ള ഒരു കരുത്തും വേണം, എങ്കിലേ ആ ടാസ്ക് ജയിക്കാൻ പറ്റുള്ളൂ. കൊള്ളാം, അത്യാവശ്യം നല്ലൊരു ടാസ്ക്കാണ്. തമിഴ് ബിഗ് ബോസിൽ കൊടുത്ത ടാസ്ക്കാണ്. പക്ഷെ അവസാനം വരുന്ന 3 പേർക്ക് മാത്രം എന്തോ ആണ് അതിനകത്ത് പോയിന്റ് എന്തോ കിട്ടിയത്, അങ്ങനെയാണ്. അപ്പോൾ എന്താണ് ആ ടാസ്ക്, പ്രൊമോ എന്താണ്, ഫുൾ ഡീറ്റെയിൽസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കമൻറ്റ് എന്തായാലും ഈ വീഡിയോ മുഴുവൻ കണ്ടിട്ട് നിങ്ങൾ ചെയ്യണം. അപ്പോൾ ആദ്യം ഞാൻ പ്രൊമോ പറയാം, എന്നിട്ട് ഈ ടാസ്ക് എന്താണെന്ന് പറയാം. പ്രൊമോയ്ക്കകത്ത് സിജോയാണ് ടാസ്ക് ലെറ്റർ വായിക്കുന്നത്. ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് 1 ഗോൾഡൻ റാബിറ്റ്. കുറച്ച് ഭാഗ്യവും കൃത്യമായ കണക്ക് കൂട്ടലും ഉണ്ടെങ്കിൽ ഈ ടാസ്കിൽ വിജയിക്കാമെന്നാണ് പറയുന്നത്. ഗാർഡൻ ഏരിയ കാണിക്കുന്നു. 10 കളങ്ങളുണ്ട്, 10 മുയലുണ്ട്, കുറച്ച് കട്ടകൾ അടുക്കി വെച്ചിട്ടുണ്ട്, ഒരു ഒരു ട്രയാങ്കിൾ പോലത്തെ ഒരു പിരമിഡ് പോലത്തെ ഒരു സംഭവം വെച്ചിട്ടുണ്ട്. ഇതാണ് പ്രൊമോ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മുയലെടുക്കാൻ പോകുന്നു, കട്ട എടുക്കാൻ പോകുന്നു, അതാണ് കാണിക്കുന്ന പ്രൊമോ. ഇനി ഈ ടാസ്ക് എന്താണെന്ന് പറഞ്ഞുതരാം. അതായത് ഗാർഡൻ ഏരിയയിൽ 10 കണ്ടസ്റ്റൻസ് ഉണ്ടല്ലോ. ഈ 10 കണ്ടസ്റ്റൻസിന് വേണ്ടിയിട്ട് ഗാർഡൻ ഏരിയയിൽ ഓരോറ്റത്ത് 10 കണ്ടസ്റ്റൻസിന് നിൽക്കാനുള്ള 10 സ്ഥലങ്ങളുണ്ടാവും, അവർക്ക് കയറി നിൽക്കാനുള്ള സ്ഥലങ്ങൾ. എന്നിട്ട് ഗാർഡൻ ഏരിയയുടെ അപ്പുറത്തെ വശത്തായിട്ട് 10 കോളങ്ങളുണ്ടാവും, 10 കളങ്ങൾ. ഈ 10 കളങ്ങളിലായിട്ട് ഓരോ കളങ്ങളിലും ഓരോ മുയലുണ്ടാവും. മുയലിൻ്റെ ഒരു ബൊമ്മ, ഒരു ഗോൾഡൻ മുയലുണ്ടാവും. ഈ മുയലിൻ്റെ പിറകിൽ, ഓരോ മുയലിൻ്റെ പിറകിലും ഒരു 100ഓളം വരുന്ന ഇൻ്റർലോക്ക് പോലെ ഉള്ള കട്ടയും അടുക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു പിരമിഡ് പോലത്തെ ഒരു സാധനവും വെച്ചിട്ടുണ്ട്. ഓക്കെ, 10 എണ്ണത്തിൻ്റെ പിറകിലും ഉണ്ട്, കട്ടയും ഉണ്ട് 10 എണ്ണത്തിൻ്റെ പിറകിൽ. അതിൻ്റെ പിറകിൽ ഒരു പിരമിഡ് പോലത്തെ ഒരു സാധനവും വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഗാർഡൻ ഏരിയയുടെ അപ്പുറത്തെ വശത്ത് അവരും 10 കണ്ടസ്റ്റൻസ് ഇപ്പുറത്തെ വശത്ത് നിൽക്കുവാണ്. ഇതിൻ്റെ നടുക്കായിട്ടൊരു വലിയ ഒരു കളമുണ്ട്, വലിയ ഒരു സ്ക്വയർ പോലെ ഒരു കളം വരച്ചിട്ടുണ്ട്. ഇനി ടാസ്ക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 2 റൗണ്ടായിട്ടാണ് ഈ ടാസ്ക് നടക്കുന്നത്. ഈ ടാസ്കിൻ്റെ ഫസ്റ്റ് റൗണ്ട് എന്ന് പറഞ്ഞാൽ 10 കണ്ടസ്റ്റൻസും ഒരുമിച്ചാണ് മത്സരിക്കുന്നത്. റൗണ്ട് 1-ൽ, അതായത് 10 കണ്ടസ്റ്റൻസും ആദ്യം ഗാർഡൻ ഏരിയയിൽ അവർ കയറി നിൽക്കുന്നു. കയറി നിന്നിട്ട് ബസർ അടിക്കുമ്പം ഇവരാദ്യം ഓടിപ്പോയി ഇവർക്ക് നേരെ ഇരിക്കുന്ന കളത്തിലുള്ള ഈ മുയലിനെ ആദ്യം ഒരു കോട്ട കെട്ടി പ്രൊട്ടക്റ്റ് ചെയ്യണം. ഈ മുയലിൻ്റെ പിറകിൽ കുറേ കട്ടകളുണ്ട്, കുറേ പിരമിഡും ഉണ്ട്. ഇത്ര സമയമാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. ഇത്ര 3 മിനിറ്റോ 4 മിനിറ്റോ കൊടുക്കും. ഇതിനകത്ത് ഇവരുടെ മുയലിൻ്റെ പിറകയിലിരിക്കുന്ന ആ കട്ടകളെല്ലാം ഉപയോഗിച്ച് ഒരു കോട്ട പോലെ കെട്ടണം. അതായത് ഈ മുയലിനകത്ത് വെച്ചോ പുറത്ത് വെച്ചോ അവർക്കൊരു കള ഉണ്ടല്ലോ, ആ കളത്തിന് പോകാത്ത രീതിക്ക് ആ കളത്തിനകത്ത് നിന്നുകൊണ്ട് കട്ടകളെല്ലാം പറക്കി അടുക്കി വെച്ച് ആ പിരമിഡും പറക്കി മണ്ടയിലോട്ട് വെക്കണം. ഇതാണ് ഫസ്റ്റ് റൗണ്ട്. ഇതെല്ലാവരും ഒരേ സമയമാണ് ചെയ്യുന്നത്. എന്നിട്ട് സെക്കൻഡ് റൗണ്ടിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 പേര് വെച്ചാണ് മത്സരിച്ചുകൊണ്ടിരുന്നത്. തമിഴ് ബിഗ് ബോസിൽ അങ്ങനെയായിരുന്നു. 3 പേര് വെച്ച് ഒരേ സമയം 3 പേർക്കേ മത്സരിക്കാൻ പറ്റത്തുള്ളൂ. അത് ഇങ്ങനെ കാർഡ് ഷഫിൾ ചെയ്തിട്ട് ഇങ്ങനെ കാർഡ് ഷഫിൾ ചെയ്തിട്ട് ഇങ്ങനെ എടുക്കും. ആ കാർഡിൽ ആരൊക്കെയാണ് വരുന്നത് അവർക്ക് 3 പേർക്കാണ് മത്സരിക്കാനുള്ള ചാൻസ്. സെക്കൻഡ് റൗണ്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 പേര് ഒരേ സമയം മത്സരിക്കും. ബസർ അടിക്കുന്ന സമയത്ത് ഇവർ പോയി ഇപ്പോൾ കോട്ടകൾ കെട്ടി വെച്ചിട്ടുണ്ടല്ലോ, നമ്മുടെ കോട്ട, ഇപ്പം ഞാനൊരു കോട്ട കെട്ടി അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ കോട്ടയല്ലാതെ വേറെ ആരുടെ കോട്ട വേണോ എനിക്ക് തകർത്ത് മുയലിനെ സ്വന്തമാക്കണം. മുയലിനെ സ്വന്തമാക്കണമെങ്കിൽ കണ്ടീഷനുണ്ട്. ആ കളത്തിനകത്തിരിക്കുന്ന കട്ടകൾ മുഴുവൻ പറക്കി മാറ്റിയിട്ട് വേണം മുയലിനെ എടുക്കാൻ. എന്നിട്ട് ടൈമർ തീരുന്നതിന് മുന്നേ നമ്മൾ തിരിച്ച് ഓടി വന്ന് നമ്മൾ നിൽക്കുന്ന പൊസിഷനിൽ നിൽക്കുകയും വേണം. മനസ്സിലായോ? അപ്പോൾ ആദ്യം നമ്മൾ ഓടിപ്പോയിട്ട് ഈ കട്ടകളെടുത്ത് കളയാൻ പറ്റത്തില്ല. ഈ കട്ടകളെടുത്ത് നടുക്ക് ഒരു വലിയൊരു കോളം ഉണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ. ഈ നടുക്കുള്ള ആ വലിയ കളത്തിൽ കൊണ്ട് നമുക്ക് എത്ര 10 കട്ട ഒരുമിച്ചെടുക്കാൻ പറ്റുമോ 10 കട്ട ഒരുമിച്ചെടുത്തുകൊണ്ട് തരണം. അങ്ങനെ ഒരു കട്ട പോലും, ആ മുയലിനെ റൗണ്ട് ചെയ്ത് ഒരു കട്ട പോലും ഇല്ലാതെ മുഴുവൻ കട്ടയും ഈ പറയുന്ന കളത്തിനകത്ത് കൊണ്ടിട്ടിട്ട് നമുക്ക് പോയി മുയലിനെ എടുക്കാം. ഒരു കട്ട പോലും ആ കളത്തിനകത്ത് കാണരുത്. അതായത് വേറെ ആരോ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അത് പോയി നമുക്ക് എടുക്കാം. എടുത്തുകൊണ്ട് നമുക്ക് തിരിച്ച് വന്ന് ഇവിടെ നിൽക്കാം. നമ്മുടെ സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ ടൈമർ തീരുന്നതിന് മുമ്പ് വന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പോയിന്റ് കിട്ടും. പക്ഷേ നമ്മൾ ആരുടെ മുയലാണോ എടുത്തത് അവർ ഔട്ടാവുകയും ചെയ്യും. മനസ്സിലായോ? അവർ ഈ റൗണ്ടിൽ നിന്ന് ഔട്ടാവും. അപ്പോൾ അതാണ് ടാസ്ക്. ഈ ടാസ്ക് കളിച്ച് വരുമ്പോൾ ചിലർക്ക് കട്ട പറക്കി തീരാറാവുമ്പോഴായിരിക്കും ബസർ അടിക്കാൻ പോകുന്നത്. 10 സെക്കൻഡേ കാണത്തുള്ളൂ. അപ്പോൾ അവർ ഓടി തിരിച്ചു വന്ന് നിൽക്കും. അപ്പോൾ അടുത്ത റൗണ്ടിൽ ഷഫിൾ ചെയ്തിട്ട് പോകാൻ നിൽക്കുന്ന വേറെ ആരെങ്കിലും ആയിരിക്കും. അവർക്ക് ഭാഗ്യമാവും. ചിലപ്പോൾ 10 കട്ട എടുക്കുമ്പോൾ തന്നെ മുയൽ കിട്ടും. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് നമുക്ക് 2 ലെവലിൽ ലക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ക് വേണം. കാരണം ഇപ്പം ഞാൻ കളിക്കുന്നുണ്ട്, ഞാൻ സൂപ്പറായിട്ട് കളിക്കുന്നുണ്ടെങ്കിലും വേറെ ആരെങ്കിലും
വന്ന് എൻ്റെ കോട്ട, ഞാൻ മുയലിനെ കെട്ടി വെച്ചിരിക്കുന്ന എൻ്റെ കോട്ടയുണ്ടല്ലോ, എൻ്റെ കോട്ടയിലുള്ള കട്ട മൊത്തം പറക്കി കൊണ്ടിട്ട് എൻ്റെ മുയലിനെ സ്വന്തമാക്കി കഴിഞ്ഞാൽ ഞാൻ ഔട്ടായി, പിന്നെ എനിക്ക് കളിക്കാൻ പറ്റത്തില്ല. അപ്പം തമിഴ് ബിഗ് ബോസിൽ അവസാനം വന്ന 3 പേർക്ക് എന്തോ ആണ് ഇതിനകത്ത് പ്രൈസ് കൊടുത്തിട്ടുള്ളത്. 3, 2, 1 അങ്ങനെയാണ് പോയിന്റ് വന്നിരിക്കുന്നത് ഈ ടാസ്കിൽ. പോയിന്റ് അങ്ങനെയാണ് കൊടുത്തത്. അപ്പോൾ എന്തായാലും 10 പേർക്ക് പോയിന്റ് എടുക്കാൻ പറ്റത്തില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഇവർ ആദ്യം ഔട്ടാവുന്ന ആൾക്ക് 0 അങ്ങനെ കൊടുത്ത് പോകുമായിരിക്കും കേട്ടോ. ആദ്യം ഔട്ടാവുന്ന ആൾക്ക് 1 അങ്ങനെ കൊടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ 3 പേർക്കേ പോയിന്റ് വരത്തുള്ളൂ. ഇതിപ്പോൾ സെയിം തമിഴ് ബിഗ് ബോസിൽ എക്സാക്ട് ഈ ടാസ്ക് കൊണ്ട് ഞാൻ കണ്ടതാണ്. ഉള്ളതിലെത്തി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ സാധനം എനിക്കിതാണ്. അയ്യോ, ഇതിൻ്റെയൊക്കെ പുറകെ വരാൻ കിടക്കുന്ന ദുരന്തം ടാസ്കുകളുണ്ട്. ആ ദുരന്തം ഒന്ന് മലയാളത്തിലോട്ട് വരല്ലേ, ചെസ് ബോർഡ് കണക്ക് കളം ചാടി പോകുന്ന സ്വിച്ച് ചെയ്യുന്ന ടാസ്കുകളൊക്കെ ഉണ്ട്. അതൊക്കെ വന്നു കഴിഞ്ഞാൽ തീർന്ന്. എന്തായാലും ഇത് സൂപ്പർ ടാസ്ക്കാണ്. ഈ മുയൽ ടാസ്ക് സൂപ്പർ ടാസ്ക്കാണ്. തമിഴിൽ എല്ലാവരും സൂപ്പറായിട്ട് പെർഫോം ചെയ്ത ഒരു ടാസ്ക്കാണിത്. ഈ പറഞ്ഞ പോലെ ലക്കും അതിൽ വേണം. നല്ല പോലെ ഒരു പെട്ടെന്ന് നമ്മൾ ഫാസ്റ്റായിട്ട് ഇതെല്ലാം ചെയ്യണം. കാരണം ആ കോട്ട തകർക്കണം. ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ പോയി നമ്മുടെ മുയലിന് നേരെ കോട്ട വെക്കണം. കോട്ട നമ്മൾ കെട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, എങ്ങനെ പറക്കി വെച്ച് കഴിഞ്ഞാലും ഈ കട്ട മുഴുവൻ പറക്കി നടുക്ക് കിടക്കുന്ന ആ വലിയ കോളത്തിൽ കൊണ്ട് ഇട്ടാലും മാത്രമേ, ബസർ അടിക്കുന്നതിന് മുമ്പ് കൊണ്ടിട്ടാലും മാത്രമേ അവർക്ക് ആ മുയലിനെ എടുക്കാൻ പറ്റത്തുള്ളൂ. അത് വേറൊരു കാര്യം. ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് കണ്ടിട്ട് 100 കട്ട എന്തെങ്കിലും കാണും കേട്ടോ. 100 കട്ടയായിരിക്കും, 50 കട്ടയല്ല 100 കട്ടയായിരിക്കും. സെയിം ഈ സാധനം തമിഴ് ബിഗ് ബോസിലുണ്ടായിരുന്നു. സൂപ്പറായിട്ട് അവർ കളിച്ച ടാസ്ക്കാണ്. എല്ലാവരും സൂപ്പറായിട്ട് കളിച്ച ടാസ്ക്കാണ്. അപ്പം നമുക്ക് ഒരു മുയലിനെ എടുക്കാം. വീണ്ടും നമുക്ക് ഈ കാർഡ് ഷഫിൾ ചെയ്യുന്ന സാധനം ചിലപ്പോൾ മലയാളത്തിൽ വരാൻ ചാൻസ് ഇല്ല. കാരണം തമിഴിൽ അർച്ചനയ്ക്കും വിജയ്ക്കും ടിക്കറ്റ് ഫിനാലെ കളിക്കാൻ അനുവാദം കൊടുത്തില്ല. കാരണം അവരൊരു ടാസ്ക് കൊടുത്തു. ആ ടാസ്കിൽ തോറ്റ് അവർക്ക് ടിക്കറ്റ് അവർക്ക് വീട്ടുകാരെല്ലാവരും കൂടെ സെലക്ട് ചെയ്തു. അവർക്ക് ടിക്കറ്റ് ഫിനാലെ കളിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഇവർ സെലക്ട് ചെയ്ത് 2 പേരാണ് ഷഫിൾ ചെയ്ത് കാർഡ് എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ കാർഡിൽ 3 പേരുടെ പേര് കാണിക്കും. ആ 3 പേർക്ക് മാത്രമേ ഓരോ റൗണ്ടിലും കളിക്കാൻ പോകാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ലക്ക് അനുസരിച്ച് അത് വരുന്നുണ്ട്. അതിലും ലക്കുണ്ട്. ആ ലക്ക് അനുസരിച്ച് നമുക്ക് കിട്ടുന്നതിനനുസരിച്ച് പോയിട്ട് അപ്പം നമുക്ക് അവിടെ ടാർഗറ്റ് ചെയ്ത് കളിക്കാം. ഇപ്പോൾ എനിക്ക് സിജോയെ ഇഷ്ടമല്ല, അല്ലെങ്കിൽ ജാസ്മിനെ ജിൻഡോയൊക്കെ ഇഷ്ടമല്ലെങ്കിൽ ഞാൻ പോയിട്ട് എനിക്ക് മുയലെടുക്കണം, മുയലിനെ എടുക്കണം. അപ്പോൾ പക്ഷേ എനിക്ക് അയാൾ ടിക്കറ്റ് ഫിനാലിൽ കയറാനും പാടില്ല എന്നുണ്ടെങ്കിൽ അയാളുടെ കോട്ട എനിക്ക് മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്തുകൊണ്ട് കളിക്കാം. മനസ്സിലായില്ലേ? കാരണം അയാളുടെ മുയൽ എടുത്തു കഴിഞ്ഞാൽ അയാൾ ഔട്ടാവും, എനിക്ക് പോയിന്റും കിട്ടും. ഈ ടാസ്കിൻ്റെ പ്രത്യേകത അതാണ്. നമുക്ക് പോയിന്റ് സ്കോർ ചെയ്യാനും പറ്റും, വേറെ ഒരാളുടെ പോയിന്റ് തകർക്കാനും പറ്റും. പക്ഷേ ഇതിന് രണ്ടിനും കൂടെ ഭാഗ്യവും വേണം, കണക്ക് കൂട്ടൽ ശരിയാവുകയും വേണം. അതാണ് ഈ ടാസ്കിൻ്റെ ബേസിസ്. ഒരു സൂപ്പർ ഡ്യൂപ്പർ ടാസ്ക്കാണിത്. സൂപ്പറായിട്ട് നമുക്ക് ഈ ടാസ്ക് ഞാൻ വീണ്ടും പറയുന്ന അഹങ്കാരമായിട്ട് പറഞ്ഞാൽ അത്ര അടിപൊളി ടാസ്ക്കാണിത്. നാളെ ലൈവ് വരുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഘട്ടം ഘട്ടമായിട്ടാണ് നടക്കുന്നത്, ഒറ്റ അടിക്കല്ല നടക്കുന്നത്. ഇത്ര മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ടാസ്ക് അല്ല. ആദ്യം ഒരു റൗണ്ട് കഴിയും, എന്നിട്ട് വീട്ടുകാർ ചിലപ്പോൾ പണി ചെയ്യാനോ അവിടെ തുണി അലക്കാനോ ഒക്കെ പോയി റെസ്റ്റ് എടുത്തിട്ട് പതിയെ രാവിലെ മുതൽ വൈകുന്നേരം വരെ കാണുന്നത്. വൈകുന്നേരം വരെ ഇങ്ങനെ പോയാണ് ഈ ടാസ്ക് തീരുന്നത്. അല്ലാതെ ഒറ്റയടിക്ക് റൗണ്ട് 1 റൗണ്ട് 2 എന്ന് പറഞ്ഞുകൊണ്ട് പോകത്തില്ല. അപ്പോൾ ഈ ടാസ്ക് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ ടാസ്ക് വരുമ്പോൾ തന്നെ എന്താണെന്ന് പറഞ്ഞു തരണമെങ്കിൽ ഇതുപോലത്തെ അപ്ഡേറ്റ്സിനൊക്കെയാണ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബിഗ് ബോസ് ആണെന്ന് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്ത് മാക്സിമം നമ്മുടെ ചാനലിൽ നിങ്ങൾ കൊണ്ടുവരണം. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഇന്ന് രാത്രിയിലത്തെ എപ്പിസോഡ് റിവ്യൂ ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.